ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഫോർഗീവ്നെസ്സിനെ കുറിച്ചാണ്. ക്ഷമിച്ചു കൊടുക്കുക എന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ക്ഷമിച്ചു കൊടുക്കുക? ക്ഷമിക്കുക എന്ന് പറയുന്നത് മറക്കുക എന്ന് പറയുന്നതും ഇസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ വിഷമിപ്പിച്ച വ്യക്തികളോട്, സാഹചര്യങ്ങളോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾക്ക് മുന്നോട്ടേക്കുള്ള യാത്ര വളരെയധികം എളുപ്പമാവുന്നത്. ശരിക്കും ഈ ഫോർഗീവ് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു താക്കോലാണ് ഈ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഫോർഗീവ് ചെയ്യാത്ത വ്യക്തികൾ ഏത് സാഹചര്യമാണോ, ഏത് വിഷമ സാഹചര്യങ്ങളെയാണോ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മൾ പാസ്റ്റിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് പ്രസൻറ്റിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നും നമ്മൾ എന്താണ് ചിന്തിക്കുക? ആ പണ്ടുണ്ടായിട്ടുള്ള വിഷമ സാഹചര്യങ്ങളെ വീണ്ടും 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 നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വിഷമ സാഹചര്യങ്ങളായിക്കോട്ടെ, വിഷമിപ്പിച്ച വ്യക്തികളായിക്കോട്ടെ, അവരോട് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര വളരെയധികം എളുപ്പമാകും. നമ്മുടെ ഗോൾസുകൾ നമ്മൾക്ക് ഫാസ്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് കഴിയുന്നത് ഈ ഫോർഗീവ് ചെയ്യുമ്പോൾ മാത്രമാണ്. ഇല്ലെങ്കിൽ ഈ ഫോർഗീവ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഇതെല്ലാം ഒരു ബ്ലോക്കാണ്. നമ്മുടെ ഗോൾസുകളിലേക്ക് റീച്ച് ചെയ്യാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് ഈ ക്ഷമിച്ചു കൊടുക്കാതെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കഥാരൂപത്തിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 2 ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു വ്യക്തി, ഒരു ബിസിനസ് പാർട്ട്ണർ ഒരാളെ ചീറ്റ് ചെയ്യുന്നത്, ചതിക്കുന്നത്. ആ ചതിക്കപ്പെട്ട വ്യക്തി വളരെയധികം ഡൗണായി. അദ്ദേഹത്തിന് ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതെയാവാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡോക്ടറെ കാണാൻ ഇടയായി. എൻ്റെ ഇങ്ങനെ പാർട്ട്ണർ എന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളൊക്കെ ആ ഡോക്ടറോട് ഷെയർ ചെയ്തു. അപ്പോൾ ആ ഡോക്ടർ എന്താണ് സജസ്റ്റ് ചെയ്തതെന്നറിയാമോ? നിങ്ങളെ ചീറ്റ് ചെയ്തു പറയുന്ന ആ ബിസിനസ് പാർട്ട്ണറോട് ക്ഷമിക്കാനാണ് പറഞ്ഞത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്ഷമിക്കുക? അദ്ദേഹത്തെ വീണ്ടും കാണുമ്പോൾ ചിരിക്കാനും സ്നേഹിക്കാനും അദ്ദേഹത്തിന് നല്ലത് വരട്ടെ എന്നുള്ള തോട്ട്സ് കൊടുക്കാനുമാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളെ ചീറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ബ്ലസ്ഡ് തോട്ട്സ് കൊടുക്കാൻ കഴിയുക? അവർക്ക് നല്ലതുണ്ടാവട്ടെ എന്ന് പറയാൻ നമ്മൾക്ക് എങ്ങനെയാണ് കഴിയുക? പക്ഷേ 3 മാസം കൊണ്ട് അദ്ദേഹം ഈ ഒരു പരിശീലനം ചെയ്തു. ഓപ്പോസിറ്റായിട്ട് നമ്മളെ ചതിച്ചു എന്ന് പറയുന്ന ആ പാർട്ട്ണറോട് അദ്ദേഹം വളരെയധികം നല്ല ബ്ലസ്ഡ് തോട്ട്സുകളും അദ്ദേഹത്തിന് നല്ലതുണ്ടാവട്ടെ എന്നും ക്ഷമിക്കാനും പഠിച്ചു എന്നുള്ളതാണ്. ആ ക്ഷമിച്ചതോടുകൂടെ ഈ പാർട്ട്ണർ എന്താ സംഭവിച്ചെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വീണ്ടും അദ്ദേഹം ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിലേറ്റവും നല്ല രീതിയിൽ വൻ വിജയമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഈ കഥ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നമ്മളെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ ജീവിതം മുഴുവനും ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ ജീവിതം മുഴുവനും വിഷമിച്ചു എന്നുള്ള തോട്ട്സിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു, അല്ലേ? നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ബ്ലോക്സുകളൊക്കെ മാറ്റി നമ്മുടെ പുതിയ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫോർഗീവ്നെസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ബ്ലോക്സ് എന്ന് പറയുന്നത് ക്ഷമിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബ്ലോക്സുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്നത് ഈ ക്ഷമിച്ചു കൊടുക്കാതിരിക്കുന്നുള്ള പ്രോബ്ലംസുകൾ കൊണ്ടാണ്. ക്ഷമിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് വളരെയധികം വളരാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു താക്കോലാണ് ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.